സൈക്കിൾ ചവിട്ടാൻ പഠിച്ച അനുഭവം ഓർത്തെടുക്കാം. വീഴുന്നു, കരയുന്നു, പേടി, പല രീതിയിൽ പരിശ്രമിച്ച് മുന്നേറുന്നു. ഓരോ കുട്ടിയും തങ്ങളുടെ രീതിയിൽ വേഗതയിൽ പഠിച്ചെടുക്കുന്നു. അവസാനം പഠിച്ചെടുത്ത് കഴിയുമ്പോഴുള്ള സംതൃപ്തി വിവരിക്കാനാകാത്തതാണ്. എൻ്റെ കുട്ടിയുടെ വളർച്ചയുടെ, ചിന്തയുടെ, തിരിച്ചറിവിൻ്റെ വേഗത, സന്തോഷങ്ങൾ, നാഴികക്കല്ലുകൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവർ തങ്ങളുടെ വേഗതയിൽ നേടിയെടുക്കുന്ന മൈൽ സ്റ്റോൺസ് എങ്ങനെയാണ് ആഘോഷമാക്കുന്നത്? ഓരോരുത്തർക്കും അവരവരുടെ വേഗതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പുതിയ കഴിവ് പരിശീലിച്ച് നേടിയെടുക്കാൻ, സ്വഭാവം, ചിന്താഗതി, മൂല്യങ്ങൾ തിരിച്ചറിയാൻ, നവീകരിക്കാൻ ഓരോരുത്തർക്കും അവരവരുടെ വേഗത. വളർച്ചയുടെ, പഠനത്തിൻ്റെ, ജീവിതത്തിൻ്റെ, തിരുത്തലിൻ്റെ വേഗത ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എൻ്റെ വേഗത തിരിച്ചറിഞ്ഞ് കൂടെ യാത്ര ചെയ്യാൻ ആളെ കിട്ടുക എന്നത് വലിയ അനുഗ്രഹമാണ്. കൂട്ടുകാർ, അധ്യാപകർ, വീട്ടുകാർ തുടങ്ങി എൻ്റെ വേഗത മനസ്സിലാക്കി അംഗീകരിച്ച് സഹായിക്കുന്നയാളെ കിട്ടുക എന്നത് വലിയ നേട്ടമാണ്. കുട്ടിയുടെ വേഗത തിരിച്ചറിഞ്ഞ് കൂടെ കൂടേണ്ടവരാണ് മാതാപിതാക്കൾ. എന്നെ മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്ന വ്യക്തിയുടെ പ്രസക്തി, എൻ്റെ പ്രത്യേകത, എൻ്റെ കഴിവുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഫലം പ്രകടമാകും. ഞാൻ എൻ്റെ വേഗത തിരിച്ചറിയണം, എന്നെ അംഗീകരിക്കണം. എനിക്കെന്നെ തിരുത്താനും വളർത്താനും സാധിക്കും. എൻ്റെ വേഗത ഞാൻ പാലിക്കുക. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യത്യസ്ത വേഗതകളാണുള്ളത്. എൻ്റെ സ്വഭാവം, വേഗത വെളിപ്പെട്ട് കിട്ടുന്നതിനിടയിൽ പോരായ്മകൾ കാണും, വളരേണ്ട മേഖലകളുണ്ടാകും. ഇവയിലൂടെ എൻ്റെ വേഗതയിൽ മുന്നോട്ട് പോകാനും പക്വത നേടാനും സാധിക്കുക ഏറെ വിലപ്പെട്ടതാണ്. ചിലർക്ക് വലിയ വീഴ്ച, നിരാശ, തകർച്ച സംഭവിക്കാം. അവർ മുന്നോട്ട് പോകാനാകാതെ ക്ഷീണിക്കാം, തളർന്നു വീഴാം. തളരാതെ സ്വന്തം വേഗത നിലനിർത്തി മുന്നേറാൻ സാധിക്കട്ടെ. വ്യത്യസ്ത മണിക്കൂറുകളിൽ ജോലിക്ക് വന്നവർക്ക് ഉടമസ്ഥൻ ഒരേ കൂലി നൽകിയ കഥ ഉണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയും